അവർ അവനെ ദുർബലൻ എന്ന് വിളിച്ചു. അവനൊരിക്കലും ഒരു ഷിനോബി ആകില്ലെന്നവർ പറഞ്ഞു. പക്ഷെ ലോകം പുറംതിരിഞ്ഞു നിന്നപ്പോഴും അവൻ തളർന്നില്ല. അവൻ കൂടുതൽ ശക്തമായി ചവിട്ടി, കൂടുതൽ പരിശീലനം നേടി, കൂടുതൽ തിളക്കത്തോടെ പരാജയത്തെ കത്തുന്ന തീജ്വാലയായി മാറ്റിയ ഒരൊന്നൊന്നര മനുഷ്യൻ. നിഞ്ചിത്സുവും ജെഞ്ചിത്സുവും ഇവന് വശമില്ല. പാരമ്പര്യമായി ഒരറിവും കിട്ടിയിട്ടുമില്ല. മറ്റുള്ളവർ അവരുടെ ചക്രയെ ഉപയോഗിച്ചപ്പോൾ അവൻ തന്റെ ആത്മാവിനെ ഉപയോഗിച്ചു. അതും വെറും മുഷ്ടിയിലൂടെയും വിയർപ്പിലൂടെയും തകർക്കുവാനാവാത്ത ഇച്ഛാശക്തിയിലൂടെയും. അവന്റെ ശരീരം തകർന്നപ്പോൾ അവന്റെ ആത്മാവ് ഉയർന്നു. ലോകം ചിരിച്ചപ്പോൾ അവൻ പുലരുവോളം പരിശീലിച്ചു. അവൻ വെറും ഒരു നിഞ്ചയല്ല, പരിശ്രമത്തിന് വിധിയെ തകർക്കുവാൻ കഴിയുമെന്നതിന്റെ തെളിവാണവൻ. ആത്മാവിന്റെ ഒരു കൊടുങ്കാറ്റ് പ്രതീക്ഷയുടെ ഒരു ചുഴലിക്കാറ്റായി മാറുന്നു. അതെ, യുവത്വത്തിന്റെ ശക്തിയുടെ യഥാർത്ഥ മൂർത്തിഭാവം മൈറ്റ് ഗൈയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള റോക്ക് ലീ. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ റോക്ക് ലീയുടെ ഫുൾ സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഒറിജിനും ഏർലി ലൈഫ് എങ്ങനെയായിരുന്നു എന്നും, അദ്ദേഹം എങ്ങനെയാണ് മൈറ്റ് ഗൈ എന്ന് പറയുന്ന ലെജൻഡറി സെൻസയുടെ കീഴിൽ ട്രെയിൻ ചെയ്തതെന്നും, അദ്ദേഹത്തിന്റെ ചുനീൻ എക്സാമും ബർത്ത് ഓഫ് എ ലെജൻഡ് എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ എങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയെന്നും, അദ്ദേഹത്തിന് ഇഞ്ചുറി എങ്ങനെ പറ്റി, റിക്കവറി എങ്ങനെയായി, മേജർ ബാറ്റിൽസും സ്റ്റോറി ലൈനും പേഴ്സണാലിറ്റിയും ഫിലോസഫിയും പവേഴ്സും എബിലിറ്റീസും എല്ലാം ഒത്തിണങ്ങുന്ന ഒരു സമ്മറൈസ്ഡ് വേർഷൻ ഓഫ് ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഒറിജിൻ ആൻഡ് ഏർലി ലൈഫ് ഓഫ് റോക്ക് ലീ. റോക്ക് ലീയെ പറ്റി പറയുമ്പോൾ ദ ടൈജിറ്റ്സു പ്രോഡിജി ഓഫ് കൊണോഹ എന്നല്ലാതെ വേറൊരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം OG നാറൂട്ടോ സീരീസിൽ ചുനീൻ എക്സാം ആർക്ക് എന്ന് പറയുന്ന ആ ഒരു ആർക്കിൽ ഗാര വേഴ്സസ് റോക്ക് ലീ എന്ന് പറയുന്ന ഫൈറ്റിൽ അന്ന് ഞാൻ ഫാൻ ആയതാണ് ഈ റോക്ക് ലീയുടെ. വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ എൻറ്റയർ നാറൂട്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ആർക്കും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫൈറ്റും ആയിരുന്നു റോക്ക് ലീ വേഴ്സസ് ഗാര. എക്സാക്ട് മുഹൂർത്തം പറയുകയാണെങ്കിൽ റോക്ക് ലീ തന്റെ കാലിൽ കെട്ടിയിരുന്ന വെയിറ്റ്സ് ഒന്ന് അടിച്ച് താഴോട്ടിടുമ്പോൾ ഉള്ള ഒരു രോമാഞ്ചമുണ്ട്. എൻ്റെ മോനെ, അത് വേറെ ലെവലായിരുന്നു. എന്നിരുന്നാലും ബാക്ക് ടു ദ സ്റ്റോറി, ഒറിജിൻ ആൻഡ് ഏർലി ലൈഫ്. റോക്ക് ലീ എന്ന് പറയുന്നത് ഹിഡൻ ലീഫ് വില്ലേജിലെ, അതായത് നമ്മുടെ കൊണോഹ കാക്കുറയിൽ ജനിച്ച ഒരു കുട്ടിയാണ്. എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി നെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. എന്നിരുന്നാലും മോസ്റ്റ് നിഞ്ചേഴ്സിനെ പോലെ അദ്ദേഹം നിഞ്ചിത്സുവോ അല്ലെങ്കിൽ ഗെഞ്ചിത്സുവോ അല്ലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ടൈജിത്സുവിൽ തന്നെയായിരുന്നു. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ കുട്ടിക്കാലം തൊട്ട് കുറെ പേരെ ഇവനെ പരിഹസിക്കുമായിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഒരു ഗ്രേറ്റ് നിഞ്ച ആകുമെന്നുള്ള ഒരു ദൃഢവിശ്വാസത്തോടെ തന്നെയാണ് റോക്ക് ലീ ലൈഫിനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ നിഞ്ച അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഈ ഒരു ടൈമിലാണ് അവന്റെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരാളെ ഇവൻ കണ്ടുമുട്ടുന്നത്. യെസ്, ദ മൈറ്റ് ഗായ്. സോ നിഞ്ച അക്കാഡമിയിൽ അങ്ങനെ നമ്മുടെ മൈറ്റ് ഗായുടെ ടീമിലായി റോക്ക് ലീ. ഈ ഒരു ടൈമിലാണ് റോക്ക് ലീ അദ്ദേഹത്തിന്റെ ട്രൂ പർപ്പസും കണ്ടുപിടിക്കുന്നത്. കാരണം റോക്ക് ലീ അദ്ദേഹത്തിന്റെ സെൻസ് ആയിട്ടുള്ള മൈറ്റ് ഗൈയിൽ അദ്ദേഹത്തെ തന്നെയാണ് കണ്ടത്. അതായത് ഒരു നാച്ചുറൽ ടാലന്റും ഇല്ല, ബട്ട് അൺബ്രേക്കബിൾ ആയിട്ടുള്ള സ്പിരിറ്റും പവറും ഉള്ള ഒരു മനുഷ്യൻ അദ്ദേഹം തന്നെയാണ്. അതായത് മൈറ്റ് ഗൈ തന്നെയാണ് ഇദ്ദേഹത്തിന് ടൈജിറ്റ്സുവിന്റെ മൂർത്തിഭാവം വരെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു ഫിസിക്കൽ കോമ്പാറ്റ് ടെക്നിക്സിന്റെ ഏറ്റവും അറ്റം. അതായത് ഒരു കോമ്പാറ്റിൽ വിൻ ചെയ്യണമെങ്കിൽ നിഞ്ചിറ്റ്സുവിലും ഗെഞ്ചിറ്റ്സുവിലും റിലേ ചെയ്യേണ്ടെന്ന് മൈറ്റ് ഗൈ പറഞ്ഞു പഠിപ്പിച്ചു. നമുക്ക് സീരീസ് കാണുമ്പോൾ അറിയാം, അവരുടെ റിലേഷൻഷിപ്പ് സത്യം പറഞ്ഞാൽ ഫാദർ ആൻഡ് സണ്ണ് പോലെ തന്നെയായിരുന്നു. ഗൈയുടെ പവർ ഓഫ് യൂത്ത് ഫിലോസഫിയും ഈ ലീ അതേപോലെ തന്നെ ഗൈഡ് ചെയ്തുകൊണ്ടേ വന്നു. സോ ഇതും കഴിഞ്ഞാണ് നമ്മുടെ ചുനീൻ എക്സാം വരുന്നത്. ആ ഒരു ടൈമിലാണ് ഇദ്ദേഹത്തിനെ ഒരു ലെജൻഡാക്കി തന്നെ കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ ആക്കിയെടുത്തു. ഏറ്റവും കൂടുതൽ ഫാൻസ് ഇദ്ദേഹത്തിന് നേടിയതും ചുനീൻ എക്സാമിന്റെ സമയത്ത് തന്നെയാണ്. ചുനീൻ എക്സാം ആർക്ക് റോക്ക് ലീ ഒരു ഇമ്മോർട്ടൽ തന്നെ, നിയർലി ഇമ്മോർട്ടൽ പോലെ തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ റോക്ക് ലീ വേഴ്സസ് ഗാര. നമുക്കറിയാം, OG സീരീസ് കണ്ടവർക്കാണെങ്കിൽ അറിയാം, ഗാര ഓഫ് ദി സാൻഡ് എന്ന് പറയുന്ന അയാൾ എന്തേരം ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അന്ന് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും ഫിയേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പന്റ് തന്നെയായിരുന്നു നമ്മുടെ ഗാര. എന്നിരുന്നാലും ഗാരയുടെ സാൻഡ് ഡിഫൻസ് ഒക്കെ ആദ്യം ഇംപെനിട്രബിൾ ആയിരുന്നെങ്കിലും നമ്മുടെ റോക്ക് ലീ ആംഗിൾ വെയിറ്റ്സ് അങ്ങ് മാറ്റി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഒന്നൊന്നര പവർ അങ്ങ് വരും. അതായത് ആ ബ്ലൈൻഡിങ് സ്പീഡും പ്രിസിഷനും അടങ്ങുന്ന ഒരു ഒന്നൊന്നര അടി. OG സീരീസിന്റെ സമയത്ത് കക്കാഷി പോലും പറയുന്നുണ്ട് അദ്ദേഹത്തിന് പോലും ഇത് സ്പീഡ് കണ്ടുപിടിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഈ ഒരു ടൈമിലാണ് ലീ അൺലീഷ് ചെയ്തത് എന്ത്, പ്രൈമറി ലോട്ടസ് എന്ന് പറയുന്ന ആ ഒരു ഡെവാസ്റ്റേറ്റിംഗ് ടൈജിറ്റ്സു മൂവ്. എന്നിരുന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഫൈറ്റ് ഏറ്റവും അവസാനം ഗാരേനെ മുട്ടുകുത്തിപ്പിച്ചെന്ന് തന്നെ പറയാം. എന്നിട്ടും അവനെ കൊല്ലുവാനുള്ള ഒരു തക്ക പവർ ഗാരയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഡിഫീറ്റ് തന്നെയായിരുന്നു റോക്ക് ലീ നേരിടേണ്ടി വന്നത്. അപ്പോഴാണ് നമ്മുടെ മൈറ്റ് ഗൈ വന്നത്, ഇവൻ എനിക്ക് മകനെ പോലെയാണ്, ഐ ഡോണ്ട് നെവർ ഗീവ് ഹിം അപ്പ് എന്ന് പറയുന്നത്.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാറൂട്ടോ ഉസുമാക്കിയാണ് നെവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനം അത്രയും നേരം OG സീരീസിൽ പറഞ്ഞെങ്കിൽ കൂടി ഈ ഒരു മൊമെന്റ് ആണ് റോക്ക് ലീ എന്ന് പറയുന്ന എൻറ്റയർ ക്യാരക്ടർ ദ ഷിനോബി ഹു നെവർ ഗീവ്സ് അപ്പ് എന്ന് പറയുന്നത് ഫിസിക്കലി നമ്മളെ കാണിച്ചു തരുന്നത്. സോ അങ്ങനെ ചുനിയൻ എക്സാം കഴിഞ്ഞിട്ട് ലീയുടെ ഇഞ്ചറി ഭയങ്കര സിവിയർ ആണ് സുനാഡെ തന്നെ പറയുകയാണ്. അതായത് അന്നത്തെ ഹൊക്കാകെ മെഡിക്കൽ നിഞ്ചിറ്റ്സുവിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ലെജൻഡറി സാനിനായിട്ടുള്ള സുനാഡെയാണ് പറയുന്നത് ഈ ഇഞ്ചുറി സിവിയർ ആണെന്ന്. അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവൻ ഇനി ഫൈറ്റ് ചെയ്യാൻ തന്നെ പറ്റത്തില്ലെന്ന്. എന്നിരുന്നാലും റോക്ക് ലീയുടെ വിൽ പവറും ഗൈയുടെ എൻകറേജ്മെന്റ് കൊണ്ട് അണ്ടർ വെയ്റ്റ് ഹൈ റിസ്ക് സർജറി ഇവർ ചെയ്യുകയാണ്. അതിൽ സുനാഡെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സർജറി സർവൈവ് ചെയ്യാൻ 50% ചാൻസ് മാത്രമേ ഇവനുള്ളൂ എന്ന്. ബട്ട് ഓഫ് കോഴ്സ് ഇത് റോക്ക് ലീ ആണ്, നെവർ ഗീവ്സ് അപ്പ്. അവൻ അങ്ങനെ ആ ഒരു സർജറി സർവൈവ് ചെയ്തിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പ്ലെൻഡിഡ് നിഞ്ച ആകാനുള്ള ഡ്രീം ഫോളോ ചെയ്യുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് റോക്ക് ലീയുടെ മേജർ ബാറ്റിൽസ് ആൻഡ് സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ സാസ്കെ റിട്രൈവൽ ആർക്കിൽ റിക്കവർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും കിമിമാരോ വൺ ഓഫ് ദി ഒരോച്ചിമാരോ സ്ട്രോങ്ങസ്റ്റ് സബോർഡിനേറ്റ്സിനെ ഗാരയോട് കൂടെ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് ലീയുടെ ഡ്രങ്കൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് 4th ഗ്രേറ്റ് നിഞ്ച വാറിൻ്റെ ടൈമിൽ റോക്ക് ലീ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ അലൈഡ് ഷിനോബി ഫോഴ്സിൻ്റെയും കൂടെ. ഇദ്ദേഹം തന്നെയാണ് മാദറ ഉച്ചിഹയുടെ ട്രൂത്ത് സീക്കിംഗ് ഓർബ് ക്ലോണിനെ ഡിക്കാപിറ്റേറ്റ് ചെയ്തത്. ഈ ഒരു ടൈമിൽ ലീ ഫോർട്ട് ചെയ്തത് 6 ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ്. അത് അൺബിലീവബിൾ സ്പീഡ് ആൻഡ് റോ പവർ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഇഞ്ചുറിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഏതാ ലെവലെന്ന്. ഇത്രയുമൊക്കെയാണ് മേജർ സ്റ്റോറി ലൈനിലുള്ള ഇമ്പാക്റ്റ്. ഇനി നമുക്ക് റോക്ക് ലീയുടെ പേഴ്സണാലിറ്റി ആൻഡ് ഫിലോസഫി നോക്കിക്കഴിഞ്ഞാൽ ലീ എന്താണ് എംബോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് യൂത്ത് എന്ന് തന്നെയാണ്. യെസ്, എ നെവർ എൻഡിങ് ഡ്രൈവ് ടു ഇംപ്രൂവ് ആൻഡ് ഓവർകം ലിമിറ്റ്. നമ്മുടെ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്ത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യണമെന്നുള്ള പവർ ഓഫ് യൂത്ത് എന്ന് പറയുന്ന ഫിലോസഫി ആയിരുന്നു നമ്മുടെ റോക്ക് ലീക്ക് ഉള്ളായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, പൊളൈറ്റ്നെസ് ഉണ്ടായിരുന്നു, അഡ്മിറേഷൻ ആരോട്, ഗൈസെൻസയോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി പ്യൂറസ്റ്റ് സോൾസ് ആയിരുന്നു റോക്ക് ലീ. നാറൂട്ടോയുടെ ഇമോഷണൽ കോർ ആയിട്ടുള്ള എന്താ പറയണ്ടേ, അതായത് ട്രൈംബിങ് ഓവർ നാച്ചുറൽ ടാലന്റ്, ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ്സ് ടാലന്റ് എന്ന് വൺ ഓഫ് ദി ലെജൻഡറി ആയിട്ടുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതാരാന്നറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഇദ്ദേഹം അത് അന്ന് തന്നെ കാണിച്ചു തന്നിരുന്നു. ഇനി നമുക്ക് റോക്ക് ലീയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പവർ ടൈജിറ്റ്സു മാസ്റ്ററി തന്നെയാണ്. റോക്ക് ലീ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് ടൈജിറ്റ്സുവിൽ തന്നെയാണെന്ന് എടുത്തെടുത്ത് പറയണ്ടല്ലോ. അതിലും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ അങ്ങേയറ്റം മാസ്റ്ററി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹ്യൂമൻ സ്പീഡ്, എജിലിറ്റി, റിഫ്ലെക്സ്, റോ ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ അൺമാച്ചബിൾ ആയിരുന്നു. രണ്ടാമത്തെ പവറാണ് 8 ഇന്നർ ഗേറ്റ്സ്. യെസ്, 8 ഇന്നർ ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ചക്ര ലിമിറ്റേഴ്സ് ആണ്. ആ ഒരു സാധനം മാസ്റ്റർ ചെയ്തു ഗൈസെൻസേനെ പോലെ തന്നെ. സീരീസിൽ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഓഫ് ദി 8 ഗേറ്റ്സ് നമ്മുടെ ലീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ പവറായിട്ട് ഡ്രങ്കൺ ഫിസ്റ്റിനെ പറയാം. യെസ്, അതായത് ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള വൈൽഡ് ഫൈറ്റിംഗ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ റോക്ക് ലീ എത്തും. ഇത് സത്യം പറഞ്ഞാൽ വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈജിറ്റ്സു ടെക്നിക്കാണ്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഡേഞ്ചറസ് വെപ്പൺ തന്നെയാണിത്. ക്ലോസ് കോമ്പാക്റ്റിൽ നമുക്കറിയാം, അതായത് സെൻസ് ആയിട്ടുള്ള ഗൈസെൻസയ്ക്ക് പോലും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഇങ്ങനെ ക്ലോസ് കോമ്പാക്റ്റിൽ ഇവനിങ്ങനെ വട്ട് പിടിച്ച പോലെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇനിയിപ്പോൾ അടുത്തൊരു പവറായിട്ട് സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസിനെ പറയാം. അതായത് സോളിഡ് റോക്ക് പോലെ വിക്സ്റ്റാൻഡ് ചെയ്യുന്ന ട്രെമൻഡസ് പെയിൻ പോലും എൻഡ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു 1.5 എൻഡ്യൂറൻസ് ഉണ്ട് നമ്മുടെ റോക്ക് ലീക്ക്. സോ അദ്ദേഹത്തിൻ്റെ വിൽ പവർ അൺമാച്ച്ഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബ്രോക്കൺ ലിംസും കണ്ടിന്യൂ ചെയ്യാൻ ഫൈറ്റുള്ള ആ ഒരു വിൽ പവറും. സോ ഇത്രയൊക്കെയാണ് മെയിൻലി അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്. ഇനി നമ്മൾ ലെഗസി ആൻഡ് ഇമ്പാക്റ്റ് നോക്കുകയാണെങ്കിൽ റോക്ക് ലീ സത്യം പറഞ്ഞാൽ സിമ്പിൾ ചെയ്യുന്നത് പേഴ്സിവിയറൻസ് ആണ്. അതെ, നാറൂട്ടോ യൂണിവേഴ്സിൽ അദ്ദേഹം എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജോനിനാവുന്നുണ്ട് ലേറ്റർ. അതായത് ബൊറൂട്ടോ എറയിലാണ് ഇത് ഫീച്ചർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാലഘട്ടം, മെറ്റൽ ലീയുടെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജോനിനായിട്ടാണ് ബൊറൂട്ടോ സീരീസിൽ കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗൈസെൻസയും റോക്ക് ലീയും ഗൈയുടെ അച്ഛനായിട്ടുള്ള ഗായും എല്ലാവരും തന്നെ കാണിച്ചു തരുന്ന ഒരേ ഒരു കാര്യമാണ്, മാസീവ് ചക്രയോ ഒരു പവർഫുൾ ബ്ലഡ് ലൈനോ കെക്കെ ഗൻഗയോ ഒന്നും വേണ്ട. നിങ്ങൾ എക്സ്ട്രോർഡിനറി ആകണം വേണ്ടി നിങ്ങളുടെ എഫേർട്ട് മാത്രം മതി. ഇനി കുറച്ച് ഫൺ ഫാക്ട്സ് എനിക്ക് നാറൂട്ടോ ഡേറ്റ ബുക്ക് ചെയ്യുന്ന റോക്ക് ലീയെ പറ്റി തപ്പിപ്പോൾ കിട്ടിയത് പറയാം. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഫുഡ് കറി റൈസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഓൾവേസ് ഹാർഡ് വർക്ക് സർപ്രസസ് ജീനിയസസ് എന്നാണ്. പിന്നെ ലീ ഡിസൈൻ ചെയ്തത് ബ്രൂസ് ലീനെ ഇൻസ്പയർ ചെയ്തെന്നാണ് നാറൂട്ടോ ഡേറ്റ ബുക്കിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ടുള്ള ഒരു സാമ്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈലും ബ്രൂസ് ലീയുടെ ക്ലോസ് കോമ്പാക്ട് സ്റ്റൈൽസ് പോലെ തന്നെയാണ് എടുത്തിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. പിന്നെ അദ്ദേഹം സീരീസിലുടനീളം ഇന്നേ വരെ നിഞ്ചിറ്റ്സോ ഗെഞ്ചിറ്റ്സോ യൂസ് ചെയ്തിട്ടില്ല. പ്യുവർ ടൈജിറ്റ്സു മാസ്റ്ററിയാണ്.
ഇത്രയൊക്കെയാണ് നാറൂട്ടോ യൂണിവേഴ്സിൽ റോക്ലിയെ പറ്റി കാണുവാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ സ്റ്റോറി ലൈൻസ്, പവേഴ്സ് ആൻഡ് എബിലിറ്റീസ്, ഹിസ്റ്ററി, ഒറിജിൻ, ഫിലോസഫി ആൻഡ് എവറിത്തിങ് ഈച്ച് ആൻഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് അബൌട്ട് റോക്ലി. ഇനി കൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പറ്റിയുള്ള കോംറേഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആ കമന്റ് ചെയ്തേക്കൂ ആരായിരുന്നു ആ രണ്ടുപേരെന്ന്. സോ അത് ഞാൻ പറയാത്തത് റോക്ലിയുടെ കഥയായിരുന്നല്ലോ. എന്തിനാണ് കോംറേഡ്സ് ആണ്, ടീം 7 ആണ്, ഗൈ ആൻഡ് റോക്ലി കണക്ഷൻ ആണ് അത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയിരുന്നത്. സോ അടുത്തൊരു നാറൂട്ടോ യൂണിവേഴ്സിലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റോ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul, just tell them, man.